അസ്സലാമു അലൈക്കും. ലോകത്തിലെ ഏറ്റവും മഹത്തായ സ്ത്രീകളിൽ ഒരാളായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ ബീവിക്ക് വിവാഹമായി. ഫാത്തിമ ബീവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹു വളരെ ദരിദ്രനായിരുന്നു. അവന് വലിയ സമ്പത്തില്ല, സ്വന്തമായി ഒരു വീട് പോലുമില്ല. എന്നാൽ അലി റളിയല്ലാഹു അൻഹു സത്യസന്ധനും നല്ല സ്വഭാവമുള്ളവനുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിനക്ക് മഹർ നൽകാൻ എന്തുണ്ട്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു കുതിരയുണ്ട്, ഒരു വാളുണ്ട്, അത് കൂടാതെ വേറൊന്നുമില്ല. എനിക്കുള്ളത് ഒരു കവചം മാത്രമാണ്. അവിടെ തന്നെയുണ്ട് ഒരു വലിയ പാഠം. വിവാഹം സമ്പത്ത് കൊണ്ടല്ല, മറിച്ച് വിശ്വാസവും സ്വഭാവവും കൊണ്ടാണ് നടക്കേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, നിനക്ക് അലിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഫാത്തിമ ബീവി മൗനം പാലിച്ചു. ആ മൗനം തന്നെയായിരുന്നു സമ്മതം. അവരുടെ വിവാഹം വലിയ ആഘോഷങ്ങളില്ലാതെ നടന്നു. വലിയ വിരുന്നുകളോ ആഡംബരങ്ങളോ ഇല്ലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു കൊടുത്ത വസ്ത്രം ധരിച്ച് അങ്ങനെ ഫാത്തിമ ബീവി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി. നബിയുടെ പൊന്നുമോൾ വിവാഹത്തിന് ധരിച്ച വസ്ത്രം കണ്ട് സ്വഹാബികൾ പോലും കരഞ്ഞുപോയി. ഒരു സൗകര്യമില്ലാത്ത വളരെ ചെറിയ വീടായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ. ഒരു ചുരുങ്ങിയ കിടക്ക, കുറച്ച് പാത്രങ്ങൾ, അതായിരുന്നു അവരുടെ സമ്പത്ത്. എന്നാൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞിരുന്നു. ഫാത്തിമ ബീവി വീട്ടുപണികളെല്ലാം തന്നെ ചെയ്തിരുന്നു. മാവരക്കുക, വെള്ളം കൊണ്ടുവരിക, അടുക്കളപ്പണികൾ എന്നിങ്ങനെ പല പണികളും ചെയ്തു. ഈ കഷ്ടപ്പാടുകൾ കാരണം അവളുടെ കൈകളിൽ പാടുകൾ ഉണ്ടായി. ഒരു ദിവസം അവൾ അലിയോട് പറഞ്ഞു, നമുക്ക് ഒരു സഹായിയെ ചോദിക്കാമോ? അവർ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഒരു വിലപ്പെട്ട ഉപദേശം നൽകി. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയുക. അതവർക്ക് ആത്മശക്തി നൽകി. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു വളരെ വിശന്നിരുന്നു. വീട്ടിൽ ഭക്ഷണം ഇല്ലായിരുന്നു. അവൻ ഫാത്തിമയോട് ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ഫാത്തിമ പറഞ്ഞു, ഇന്നലെ മുതൽ ഒന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ്ടാണ്. കാരണം നീ വിഷമിക്കാതിരിക്കാനാണ്. ഈ സംഭവം അവരുടെ പരസ്പര സ്നേഹവും പരിഗണനയും കാണിക്കുന്നു. ഒരു ദിവസം അവർക്ക് കുറച്ച് ഭക്ഷണം ലഭിച്ചു. അപ്പോൾ ഒരു ദരിദ്രൻ വന്നു. അവർ ആ ഭക്ഷണം അവനു നൽകി. അടുത്ത ദിവസം വീണ്ടും ഒരു അനാഥൻ വന്നു. അവർക്കുള്ളത് അയാൾക്ക് കൊടുത്തു. മൂന്നാം ദിവസം ഒരു തടവുകാരൻ വന്നു. അവർക്കുള്ളത് വീണ്ടും അവർ പങ്കുവച്ചു. ഇതാണ് യഥാർത്ഥ ദാനം. സ്വയം ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവരെ മുമ്പിൽ വെക്കുക. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും ഭയങ്കര സ്നേഹത്തിലാണ് ജീവിച്ചിരുന്നത്. അവർ തമ്മിൽ വഴക്കിടാറില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഫാത്തിമാനെ കാണാൻ വേണ്ടി പോയി. നബിയെ കണ്ടപ്പോൾ പൊന്നുമോൾ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിനാ ഫാത്തിമ കരയുന്നത്? ഫാത്തിമ പറഞ്ഞു, ഉപ്പ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. ഇത് കേട്ടപ്പോൾ ഫാത്തിമാക്ക് വിഷമമായി. നബി അവളോട് പറഞ്ഞു, ക്ഷമിക്കു മോളെ, അല്ലാഹു നിനക്ക് തീർച്ചയായും ഒരു സന്തോഷം തരും. അങ്ങനെ അവർക്ക് 2 ആൺകുട്ടികൾ ജനിച്ചു. ഹസൻ, ഹുസൈൻ എന്ന് പേരിട്ടു. എന്നാൽ അവരുടെ ജീവിതം വളരെ മോശമായിരുന്നു. കൂടുതൽ ദിവസവും പട്ടിണിയായിരുന്നു. ഒരു ദിവസം അലി ചോദിച്ചു, ഫാത്തിമ, നമുക്ക് ഇവിടുന്ന് വീട് മാറി താമസിക്കണ്ടേ? അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, താമസിക്കണം. എന്തുകൊണ്ടെന്നറിയുമോ? നിങ്ങളുടെ ഉമ്മയും സഹോദരങ്ങളും നമ്മൾ പട്ടിണി കിടക്കുന്നത് അറിയാൻ പാടില്ല. അപ്പോൾ അവർ വിഷമിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ വീട് മാറാൻ പറഞ്ഞത്. അലി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഫാത്തിമയെ ഒരിക്കലും കോപിപ്പിച്ചിട്ടില്ല. അവളും എന്നെ ഒരിക്കലും കോപിപ്പിച്ചിട്ടില്ല. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് പരസ്പര ബഹുമാനവും സഹനവും.
ഫാത്തിമ ബീവി രാത്രി സമയങ്ങളിൽ നിസ്കാരത്തിൽ വളരെ സമയം ചെലവഴിച്ചിരുന്നു. അവൾ ആദ്യം മറ്റുള്ളവർക്കായി ദുആ ചെയ്യുമായിരുന്നു. അവസാനം മാത്രമേ സ്വയം ആവശ്യങ്ങൾക്കായി ദുആ ചെയ്യാറുള്ളൂ. അത് കണ്ട് അലി ചോദിച്ചു, നീ ആദ്യം നിന്നെ കുറിച്ച് ദുആ ചെയ്യാത്തത് എന്തുകൊണ്ട്? അവൾ മറുപടി നൽകി, ആദ്യം അയൽക്കാരൻ, പിന്നെ നാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളോട് ഒരു രഹസ്യം പറഞ്ഞു. അത് കേട്ട് അവൾ ആദ്യം കരഞ്ഞു, പിന്നീട് ചിരിച്ചു. ആദ്യം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ വിടവാങ്ങും എന്നാണ്. അത് കേട്ടപ്പോഴാണ് അവൾ കരഞ്ഞത്. പിന്നീട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ആദ്യം എന്നെ കാണാൻ വരുന്നത് നീയായിരിക്കും. അതുകൊണ്ടാണ് അവൾ ചിരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങിയ ശേഷം ഫാത്തിമ ബീവി വളരെ ദുഃഖത്തിലായിരുന്നു. അവളുടെ ഹൃദയം പിതാവിന്റെ വേർപാടിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവളും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും നയിച്ച വിവാഹ ജീവിതം നമുക്കൊരു മഹത്തായ മാതൃകയാണ്. അവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. സമ്പത്തോ ആഡംബരമോ അല്ല ഒരു കുടുംബത്തിന്റെ സന്തോഷമാക്കുന്നത്. വിശ്വാസം, സ്നേഹം, ക്ഷമ, പരസ്പര ബഹുമാനം, ഇതാണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം. ഇന്നത്തെ സമൂഹത്തിൽ വിവാഹം പലപ്പോഴും ഒരു പ്രദർശനമായി മാറുമ്പോൾ ഫാത്തിമ ബീവിയുടെ ജീവിതം നമ്മളെ ലളിതവും യഥാർത്ഥ മൂല്യങ്ങളിലേക്കും തിരിച്ചു വിളിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പാഠങ്ങൾ നടപ്പിലാക്കാം. നമ്മുടെ വീടുകൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കേന്ദ്രങ്ങളാക്കാം. അള്ളാഹു നമ്മളെ ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും പോലെ നല്ല ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.